നമസ്കാരം. എന്ത് അസുഖമുണ്ടെങ്കിലും മൂത്രം കുടിച്ചാൽ മതിയെന്നും ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട കാര്യമില്ലെന്നും ആവർത്തിച്ച് നടൻ കൊല്ലം തുളസി. മനുഷ്യമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലാണ് തുളസിയുടെ പരാമർശം. താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചതുകൊണ്ടാണെന്നും പലരും പല രോഗങ്ങൾക്കും മൂത്രം കുടിക്കുന്നുണ്ടെങ്കിലും പുറത്തു പറയാതിരിക്കുകയാണെന്നും നടൻ പറഞ്ഞു. എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റു വഴികൾ നോക്കുന്നത്. തനിക്ക് ക്യാൻസർ പിടിപെട്ടപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടി ഒടുവിലാണ് യൂറിൻ തെറാപ്പിയെപ്പറ്റി അറിഞ്ഞത്. അതിലൂടെയാണ് രോഗത്തെ അതിജീവിച്ചതും. ഇപ്പോൾ തനിക്ക് 75 വയസ്സുണ്ട്. ഇനി ഒരു 25 വർഷം കൂടി ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കൊല്ലം തുളസി പറഞ്ഞു. എന്ത് അസുഖത്തിനും തനിക്ക് രക്ഷകനായി മൂത്രമുണ്ട്. ഇതിന് വലിയ ആശുപത്രിയിൽ പോവുകയോ ഡോക്ടറെ കാണുകയോ മെഡിക്കൽ സ്റ്റോറിൽ പോവുകയോ ഒന്നും വേണ്ട, മറിച്ച് മൂത്രം കുടിച്ചാൽ മതി. പലരും പല അസുഖത്തിനും മൂത്രം കുടിക്കാറുണ്ടെങ്കിലും പുറത്തു പറയാൻ മടിക്കുകയാണ്. തന്റെ ബലത്തിന്, ശക്തിക്ക് തന്റെ രക്ഷകനായി യൂറിൻ ഉള്ളിടത്തോളം താൻ നിലനിൽക്കും, ഉറപ്പാണ്. നമ്മൾ തമ്മിൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൂത്രം കുടിച്ചു തുടങ്ങിക്കോ. ഒരു ചെലവുമില്ല. ആശുപത്രിയിൽ പോകണ്ട, ഡോക്ടറെ കാണണ്ട, മെഡിക്കൽ ഷോപ്പിൽ പോകണ്ട. അറിയുക, കുടിക്കുക. പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പറയാൻ ചമ്മലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഉറക്കെ പറയുന്ന അവസരം വരും. താൻ ഇക്കാര്യം ഉറക്കെ പറയുന്നതിന് വളരെ മ്ലേച്ഛമായ തെറികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തന്റെ മൂത്രം താൻ കുടിക്കുന്നതിനാണ് താൻ ഈ തെറി കേൾക്കുന്നതെന്നും കൊല്ലം തുളസി പറഞ്ഞു. മൂത്രം പരിപാവനമാണ്, പരിശുദ്ധമാണ്, ഉപയോഗപ്രദമാണ്. അസുഖം വന്നാൽ ആശുപത്രികൾ കയറിയിറങ്ങി സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകും. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവായാലും ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് ആധുനിക ലോകത്ത്. വിലയില്ലാതെ കിട്ടുന്ന വസ്തുവാണ് മൂത്രം. ഭാര്യ അറിയാതെ ഭർത്താവിനും, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും കുടിക്കാം. ഇതിന് ഒരു നാറ്റവുമില്ല. നിങ്ങളുടെ സകലവിധ അസുഖങ്ങൾക്കും നാണമില്ലാതെ, മാനമില്ലാതെ കുടിക്കുക. നമ്മുടെ മൂത്രമാണ്, അന്യൻ്റേതല്ല. കുടിച്ചു തുടങ്ങിക്കോ. കുറച്ചു കാലം കൂടി ജീവിക്കാം. പണച്ചെലവില്ല. മെഡിക്കൽ ചെലവുകൾ താങ്ങാനാവാത്ത പാവപ്പെട്ടവരെ കണ്ടെത്തി അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ടെന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ 1 വർഷമായി താൻ യൂറിൻ തെറാപ്പി ചെയ്യുന്നുണ്ട് എന്ന് കൊല്ലം തുളസി വെളിപ്പെടുത്തിയിരുന്നു. യൂറിൻ തെറാപ്പി തെറ്റാണെന്ന് തെളിയിക്കാൻ IMAക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. പുരാതന കാലം മുതലുള്ളതാണ് മൂത്രചികിത്സ. മൂത്രചികിത്സയുടെ പേരിൽ ഒരാൾക്ക് പോലും മരണം സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു നല്ല അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ. യൂറിൻ തെറാപ്പി വർഷങ്ങളായി ഉള്ളതാണ്. ഋഷിവര്യന്മാരും തപസ് ചെയ്യുന്ന മുനിമാരും അവരുടെ മൂത്രം കുടിച്ചാണ് അവർ തപസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ കാട്ടിൽ തപസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അവിടെ ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഭാര്യയൊന്നും ഉണ്ടാകില്ല. മൂത്രം കുടിച്ചാണ് അവർ ജീവിച്ചത്. തനിക്ക് സ്വയം കുടിച്ചു നോക്കിയപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. താൻ യൂറിൻ തെറാപ്പി തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അതിന് മുൻപുള്ള താനല്ല ഇന്ന് താൻ കുറെ കൂടി ഊർജ്ജസ്വലനാണ്. കുറച്ചുകൂടി ശക്തി തനിക്കുണ്ട്. അത് യൂറിൻ തെറാപ്പി ചെയ്തു നോക്കിയത് കൊണ്ടാണ് എന്ന് താൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഒരുപാട് രോഗങ്ങൾക്ക് അറുതി വരുത്താൻ യൂറിൻ തെറാപ്പി കൊണ്ട് പറ്റും. പിന്നെ എതിരാളികൾ, പ്രത്യേകിച്ച് ഒരു സമുദായത്തിലുള്ള ആൾക്കാർ, അവർ തന്നെ ശരിക്ക് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ചീത്ത തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയിട്ടില്ല. ചീത്തവിളി കേൾക്കുക എന്ന് തനിക്കൊരു യോഗമുണ്ട്. അതിങ്ങനെ തീർന്നു എന്നേ ഉള്ളൂ. മൂത്രം ചികിത്സ BJP-കാരുടേതാണ് എന്ന് വരെ പറഞ്ഞു. മൂത്രം ചികിത്സ നടത്തി മൂത്രം കുടിച്ച് മരണം സംഭവിച്ച ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് അലോപ്പതി കഴിക്കുന്ന എത്ര പേർ മരിക്കുന്നുണ്ട്, എത്ര പേർ റിയാക്ട് ചെയ്യുന്നുണ്ട്. എത്ര വിഷമാണ് നമ്മൾ കഴിക്കുന്നത്. പാരസെറ്റമോൾ വിഷമല്ലേ, പക്ഷേ മൂത്രം വിഷമല്ല. അവർ പറയുന്നത് വേസ്റ്റ് ആണെന്നാണ്. വേസ്റ്റ് ആണെങ്കിൽ എന്താണ് ഇത് മലത്തിന്റെ കൂടെ വിടാത്തത്? ഇതേക്കുറിച്ച് പഠിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ 9 മാസം ഈ മൂത്രത്തിനകത്ത് കിടന്നിട്ടാണ് കുട്ടി വളരുന്നത്. അപ്പോൾ തന്നെ മൂത്രം കുടിക്കുകയാണ്. അങ്ങനെ ഈ അസുഖങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. പാമ്പ് കടിച്ചവർ വരെ മൂത്രം കുടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അജ്ഞാനികൾ ജ്ഞാനത്തെ എന്നും എതിർക്കും. ഇരുട്ടിന്റെ ലക്ഷ്യം വെളിച്ചത്തെ മറയ്ക്കുക എന്നുള്ളതാണ്. IMAക്കാർ എന്താണ് ഇപ്പോഴൊന്നും പറയാത്തത്? മൂത്രചികിത്സ മോശമാണെന്ന് അവർക്കൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ലെന്നും കൊല്ലം തുളസി പറഞ്ഞിരുന്നു.